മാരേജ്. എല്ലാവർക്കും കല്യാണം കഴിക്കാൻ താല്പര്യമാണ്. ഒരു വയസ്സ് ഒരു 24-25 കഴിയുമ്പോൾ തൊട്ട് പ്രേമം അല്ല, അത് വേണ്ട, 10-18 വയസ്സ് തൊട്ട് പ്രേമം തുടങ്ങും. അപ്പം പ്രേമത്തിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് കല്യാണമാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും അറേഞ്ച്ഡ് മാരേജ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം പ്രേമിക്കാത്ത ആൾക്കാർക്ക് അറേഞ്ച്ഡ് മാരേജ്. അപ്പം കല്യാണം എല്ലാ ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ, കല്യാണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ബന്ധങ്ങൾ, ഈ ലോകത്തുള്ള ബന്ധങ്ങൾ രക്തബന്ധങ്ങളാണുള്ളത്. എന്നുവെച്ചാൽ ബ്രദർ, സിസ്റ്റർ, ഫാദർ, മദർ, നമ്മുടെ മോന്, ഇങ്ങനെ ഇതെല്ലാം രക്തബന്ധങ്ങളാണ്. ഈ കല്യാണം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദൈവമായിട്ട് നമുക്ക് ഒരു ബന്ധം ഉണ്ടാക്കി തരുന്നതിനാണ് കല്യാണം എന്ന് പറയുന്നത്. സോ അത് സാധാരണ അതൊരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പള്ളിയിലെ അച്ഛനോ അല്ലെങ്കിൽ മറ്റേ മുസ്ലിംസിനെയും മുസ്ലിം, അല്ലെങ്കിൽ ഇപ്പം പൂജാരി അമ്പലത്തിൽ, അങ്ങനെ അവരുടെ ഒരു സാന്നിധ്യത്തിലാണ് ഈ ബന്ധം ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ദൈവമായിട്ട് ഉണ്ടാക്കുന്ന ഒരു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ്. മനുഷ്യനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബന്ധമാണ്, പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ്. മറ്റൊക്കെ ബ്ലഡ് റിലേഷൻസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റേ രക്തബന്ധത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം ആ ബന്ധം നമ്മൾ കൈകാര്യം ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ സാധാരണ ആളുകൾ ഈ കല്യാണം കഴിഞ്ഞത് അതൊരു വേറൊരു സംഭവം. അതുകൊണ്ടാണ് ഈ കൂടുതലും ഇപ്പം മാരേജ് കഴിഞ്ഞ ഉടൻ തന്നെ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലോർ ചെയ്യുക, അഡ്വെഞ്ചർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളൊക്കെ അങ്ങനെ പോകും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ റിയലൈസേഷൻ വരുന്നത്. ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യത്തിലൊരു ഒരു കറക്റ്റൊരു ഇത് വരുന്നത് കുറച്ച് കഴിയുമ്പോഴാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫീലിംഗ് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രക്തബന്ധത്തിനാണ് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പെർട്ടിക്കുലർ മാരേജ്, ഈ വിവാഹബന്ധം, നമ്മളതിന് അത്ര ഒരു ഇത് കൊടുക്കില്ല. അത് ശരിയല്ല. നമ്മൾ ചെയ്യേണ്ടത് ഈ രക്തബന്ധത്തെക്കാട്ടിൽ കൂടുതൽ മാനുഷികമായിട്ട് നമ്മൾ മനുഷ്യനായിട്ട് ചെയ്തേക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്തേക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിന് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയാണെന്ന് വെച്ചോ. കമ്പനിയാണെങ്കിൽ 2 പാർട്ട്നേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ആ കമ്പനിയിലെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ്, എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ കമ്പനിയിലൊരു 2 പേര് പാർട്ട്ണർഷിപ്പിലൊരു കമ്പനി നടത്തുന്നത്. അതുപോലെ തന്നെ ചിന്തിച്ചാൽ മതി ഈ ഒരു മാരേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യണം, പല കാര്യങ്ങളും ക്ഷമിക്കണം, സഹിക്കണം. വളരെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്കൊരു സ്വന്തം കുഞ്ഞ് ഉണ്ടായി, അതിനെ നമ്മൾ എന്തോരം നമ്മൾ കെയർഫുൾ ആയിരിക്കും, വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെക്കാട്ടും കൂടുതൽ റിലേഷൻഷിപ്പ് ഈ മാരേജിനകത്ത് നിങ്ങൾ കാണിക്കണം. എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ നോക്കണം. അല്ലാതെ ഇങ്ങനെ കണ്ടു, മാരേജ് കഴിച്ചു, ആ ഒരു വ്യക്തി ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല ഒരു അന്യനെ കാണുന്നത് പോലെ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. അങ്ങനെയാണ് ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അടിപിടി, പല കാര്യങ്ങളും, ഒരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിനെപ്പറ്റി ഒരു ഇറിറ്റേഷനും, അങ്ങനെ പല കാര്യങ്ങളും. അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, സൗന്ദര്യപ്പിണക്കം, പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ ഒരു രക്തബന്ധത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബന്ധമാണെന്ന് ഇതിനെ കൺസിഡർ ചെയ്യുക.
അല്ലാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഡൈവോഴ്സ് ചെയ്യണം. ഈ ഡൈവോഴ്സ് എന്ന് പറയുന്ന സംഭവം തന്നെ എടുത്തു കളയണം. കാരണം വെച്ചാൽ ഒട്ടും ദൈവികമായിട്ട് അല്ല, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ആ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു കോടതിയിൽ പോയി ഡൈവോഴ്സ് മേടിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനും അമ്മയും ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുമോ? സോ ആ ഒരു റിലേഷൻഷിപ്പിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ റിലേഷൻഷിപ്പിന് കൊടുക്കണം. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിപ്പം കോടതിയിൽ പോയി ഡൈവോഴ്സ് ചെയ്യുക അങ്ങനത്തെ ഒരു കാര്യമാണ്. ഒരിക്കലും ഡൈവോഴ്സ് എന്ന് പറഞ്ഞ സംഭവം തന്നെ എടുത്ത് കളയണം. ഡൈവോഴ്സ് പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരാളെ കല്യാണം കഴിച്ചാൽ അത് ജീവിതകാലം മുഴുവനും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എത്ര വലിയ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഒരാൾ സഹിക്കുക അല്ലെങ്കിൽ ഒരാൾ മറ്റേ ആൾ സഹിക്കുക, അത് ക്ലിയറായിട്ട് പോകും. ഇനി യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുന്നില്ല, മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, മക്കളെ സഹിക്കുന്നില്ല, പേരൻസിനെ സഹിക്കുന്നില്ല, പല കാര്യങ്ങളും രക്തബന്ധങ്ങൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെയല്ല ശരിക്കും അതിനെക്കാട്ടുള്ള ഒരു ഡിഗ്രിയും കൂടെ കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല. ഫാമിലി ലൈഫ് വളരെ നന്നായിട്ട് പോകും. എത്ര വർഷം കഴിഞ്ഞാലും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നൊരു റിലേഷൻഷിപ്പാണ് അത്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ. സോ ആ റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഡോണ്ട് ഇപ്പം ഒരിക്കലും അത് ശരിയാണോ തെറ്റാണോ. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മൂന്നാമതൊരാൾ വന്നൊരിക്കലും സംസാരിക്കുകയും ചെയ്യരുത്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് അതർ പേഴ്സൺ. ഉള്ളി ഒരു രണ്ട് പേര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രം. അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മൂന്നാമതൊരാളോട് ഈ കാര്യങ്ങളെ സംസാരിക്കരുത്. നിങ്ങൾ രണ്ടുപേരും, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, മൂന്നാമത്തെ ഒരാളോട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. ഒരിക്കലും. നമ്മുടെ നാട്ടിൽ കൂടുതലും ഞാൻ കണ്ടുവരുന്നത് അതാണ്. കാരണം വെച്ചാൽ എപ്പോഴും ഭർത്താവിനെ പറ്റി ഭാര്യ പറയുക, ഭാര്യയെ പറ്റി ഭർത്താവ് പറയുക. അതാണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. ഒരിക്കലും അത് ചെയ്യരുത്. അത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അത് ഭയങ്കര ഇരട്ടിക്കാനേ അതിനൊരു വഴിയൊരുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തീരുമാനിച്ച് ചെയ്യാം. അല്ല അതിനകത്ത് മൂന്നാമത്തെ ഒരാൾ എൻ്റെ ഒരാവശ്യമില്ല. നിങ്ങളത് നിയമമില്ല. നിങ്ങളുടെ ഒരു ബ്ലഡ് റിലേഷനായിട്ട് തന്നെ നിങ്ങളതിനെ ചിന്തിക്കുക. അതിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക. സോ നിങ്ങളുടെ ഫാമിലി ലൈഫ് വളരെ ഭംഗിയായിട്ട് പോകും. ഓക്കെ.